ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷങ്ങളിൽ മോദി ആശങ്ക രേഖപ്പെടുത്തി. പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയനുമായി നിലവിലെ സാഹചര്യം വിശദമായി ചർച്ച ചെയ്തു. പ്രാദേശിക സമാധാനം, സുരക്ഷ എന്നിവ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരുവരും തമ്മിലുള്ള കോൾ 45 മിനിറ്റോളം നീണ്ടുനിന്നു. ഇറാൻ ആണവ നിലയങ്ങൾക്കെതിരായ US ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചത്. നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ അറിയിച്ചു. പ്രാദേശിക സമാധാനവും സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനായി ഇന്ത്യ എപ്പോഴും സുഹൃത്തും പങ്കാളിയുമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നിലപാടിൽ ഇറാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞുവെന്നും റിപ്പോർട്ട്. പ്രാദേശിക സ്ഥിരതയും സമാധാനവും പുനഃസ്ഥാപിക്കുന്നതിൽ ഇന്ത്യയുടെ പിന്തുണയും പങ്കും പ്രധാനമാണെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച കാര്യം പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക പ്രവേശിച്ചതോടെ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് പശ്ചിമേഷ്യ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ചിരിക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഇന്ന് മോസ്കോയിലേക്ക് പറക്കുമെന്നും തിങ്കളാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. റഷ്യ ഇറാന്റെ സുഹൃത്തും തന്ത്രപരമായ പങ്കാളിയുമാണ്. ഞങ്ങൾ എപ്പോഴും പരസ്പരം കൂടിയാലോചിക്കുകയും നിലപാടുകൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്താംബൂളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അരാഗ്ചി പറഞ്ഞു. JCPOA ഒപ്പുവെച്ചവരിൽ ഒരാളാണ് റഷ്യയെന്നും അരാഗ്ചി ചൂണ്ടിക്കാട്ടി. ശത്രുത അവസാനിപ്പിക്കാൻ തുർക്കി മധ്യസ്ഥത വഹിക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനുമായി ഫലപ്രദമായ കൂടിക്കാഴ്ചകൾ നടത്തിയതായും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാനെതിരായ US ഭീഷണികൾ തടയേണ്ടത് മുഴുവൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ രാജ്യത്തിന്റെ ആണവ പരിപാടി പൂർണ്ണമായും സമാധാനപരമായി തുടരുന്നുവെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ച് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ. നെതന്യാഹുവിനെ ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്തായിരുന്നു എർദോഗന്റെ കടന്നാക്രമണം. ഹിറ്റ്ലറുടെ പാതയ്ക്ക് സമാനമായി നാശത്തിന്റെ അതേ പാത പിന്തുടരുകയാണ് നെതന്യാഹു എന്നായിരുന്നു എർദോഗന്റെ വാക്കുകൾ. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.